എല്ലാവർക്കും ഇൻസ്പയർഡ് സോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് സംസാരത്തെ കുറിച്ചാണ്. നമ്മൾ കുറെ സംസാരിക്കുന്ന വ്യക്തികളെ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറെ സംസാരിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ സംസാരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പൊതുവിൽ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ സംസാരിക്കുന്ന ആളുകൾ എപ്പോഴും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നവരായിരിക്കും, അല്ലെങ്കിൽ വളരെയധികം എന്റർടൈനിങ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിൽ സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്ത ആളുകളായിരിക്കാം, മറ്റു രീതിയിൽ ബ്ലാക്ക് ഹ്യൂമർ ഉള്ള ആളുകളായിരിക്കാം. അപ്പോൾ പല രീതിയിൽ സംസാരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സംസാരങ്ങൾ നടക്കുന്നത്, എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ കൂടുതൽ സംസാരിക്കുന്ന വ്യക്തികളാകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാനായിട്ട് നോക്കുന്നത്. അപ്പൊ കീപ് വാച്ചിങ്. അപ്പൊ എന്താണ് ഇതിനുള്ള റീസൺസ്? ഇപ്പൊ കാൾ യുങ്ങിന്റെ സൈക്കോളജി അനുസരിച്ച്, ഫ്രോയിഡിന്റെ ശിഷ്യനായ കാൾ യുങ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിന്റെ സൈക്കോളജി അനുസരിച്ച് വ്യക്തികളെ രണ്ടായിട്ട് നമുക്ക് തലതിരിക്കാനായിട്ട് സാധിക്കും. എക്സ്ട്രോവേർട്ട് എന്നും ഇൻട്രോവേർട്ട് എന്നും. നമുക്കറിയാം എക്സ്ട്രോവേർട്ട് എന്നും ഇൻട്രോവേർട്ട് എന്നും. എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്ന വ്യക്തികൾ വളരെയധികം സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. അവർ വളരെയധികം സോഷ്യൽ ഇന്ററാക്ഷൻസ് വഴി വളരെ എനർജി സ്വീകരിക്കുന്ന ഒരു വിഭാഗക്കാരാണ്. അവർക്ക് മറ്റുള്ളവരോട് സംസാരിച്ചാലാണ് ഒരു സ്വസ്ഥത കിട്ടുക. അവരോട് സംസാരിക്കുന്നത് വഴി അവർക്ക് കൂടുതൽ എനർജി കിട്ടി അവരുടെ ഡേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ നോക്കി നടക്കുകയും എപ്പോഴും സംസാരത്തിലായിരിക്കാനും എൻഗേജ്ഡ് ആയിട്ട് ആയിരിക്കാനും കൂടുതൽ ഫ്രണ്ട്സിനെ കളക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന വ്യക്തികൾ അന്തർമുഖന്മാരാണ്. അന്തർമുഖന്മാരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് എന്താ പറയാ, എലോൺ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലായിരിക്കും ഇഷ്ടം. റീഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടേതായ ചില ഹോബീസ് ആയിരിക്കാം. അവർക്ക് മറ്റുള്ളവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഇതൊരു കാരണമാണ്. അതായത് എക്സ്ട്രോവേർട്ട് അല്ലെങ്കിൽ ഒരു സോൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടുതലധികം സംസാരിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ ഫ്രോയിഡിന്റെ സൈക്കോളജിയിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ അദ്ദേഹം ക്രിട്ടിക്കലായിട്ട് കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്, അൺകോൺഷ്യസ് മൈൻഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് വളരെ ക്രിട്ടിക്കലായിട്ട് കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം വളരെയധികം കാര്യങ്ങൾ സംസാരത്തെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ നമുക്ക് അദ്ദേഹത്തിന്റെ സൈക്കോളജി വേണമെങ്കിൽ സംസാരമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ സപ്രഷൻ വഴി ഒരു വ്യക്തി സംസാരത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. സപ്രഷൻ എന്ന് പറയുന്നത് ഒരു ഹൈഡിങ് ആണ്. ഡെലിബറേറ്റ് ആയിട്ട് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കുറ്റമോ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ കുറ്റമല്ല, എന്തെങ്കിലും കുറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കിനെ മറയ്ക്കാനായിട്ട് അദ്ദേഹം കൂടുതൽ ആക്റ്റീവ് ആവുകയും കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുകയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ചിലപ്പോൾ ചില ഇന്നസെന്റ് പോലുള്ള ചില ക്യാരക്ടറുകൾ സിനിമയിൽ അവതരിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില ക്യാരക്ടറുകൾ അവര് കൂടുതൽ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഡോക്ടർ പശുപതി എന്ന് പറയുന്ന ഇന്നസെന്റ് സിനിമയിൽ അദ്ദേഹം കുറെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അത് ഇന്നസെന്റിന്റെ ഒട്ടുമിക്ക സിനിമയിൽ അദ്ദേഹം വളരെ സംസാരിക്കുക എന്റർടൈൻ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹം വളരെയധികം ആ പശുപതി എന്ന സിനിമയിൽ അദ്ദേഹം യഥാർത്ഥത്തിലുള്ള ഡോക്ടർ അല്ലാത്തതുകൊണ്ട് ഡോക്ടർ ആക്കി തീർക്കുന്നതിന് വേണ്ടി കുറെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഇതിൽ ഉള്ള ആളുകൾ, എന്തെങ്കിലും ഒരു കാര്യം ഹൈഡ് ചെയ്യേണ്ട ആളുകൾ ചിലപ്പോൾ കുറെ അധികം സംസാരിക്കും. അതിന് നമുക്ക് സപ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം വേറെ വരുന്ന ഒരു കാര്യമാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. റിപ്രഷൻ വ്യക്തി അറിയാതെ തന്നെ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അതായത് പാസ്റ്റിൽ നടന്ന ചില ട്രോമാറ്റിക് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് അറിയുന്നില്ല. അപ്പൊ ആ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് പണ്ട് സംഭവിച്ചതാണ്. അത് ചിലപ്പോൾ അൺകോൺഷ്യസ് മൈൻഡിലായിരിക്കാം. അപ്പൊ ഈ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഒരു പ്രത്യേക ഫാക്ടർ അദ്ദേഹത്തെ ഒരു പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് അത് ചിലപ്പോൾ സംസാരമായിട്ട് പുറത്തു വരാം, പല രീതിയിൽ പുറത്തു വരാം. ഇപ്പൊ നമ്മൾ അന്യൻ എന്ന് പറയുന്ന സിനിമയിൽ ഉള്ള ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് അദ്ദേഹത്തെ വളരെ വേറൊരു വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചേർക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി തീരാനായിട്ടുള്ള ആദ്യം ഇപ്പൊ മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ശോഭനയുടെ ക്യാരക്ടർ നാഗവല്ലിയായിട്ട് മാറുന്നത്, ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് മാറുന്ന ആ ഒരു ക്യാരക്ടർ എന്തോ പാസ്റ്റിൽ നടന്ന ചില ഇൻസിഡൻസ് ആണ് ട്രിഗർ ചെയ്യുന്നത്. പക്ഷെ അത് അൺകോൺഷ്യസ് മൈൻഡിലാണ്. അപ്പൊ അൺകോൺഷ്യസ് ഈ റിപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ മുന്നേ നടന്ന ചില കാര്യങ്ങൾ, നമ്മൾ അവെയർ അല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന ഒരു ടെൻഡൻസിയിലേക്ക് കൊണ്ടുവരിക. അതൊരു സാധ്യതയാവാം. ഓക്കെ, റിപ്രഷൻ ഒരു സാധ്യതയാവാം. റിപ്രഷൻ ഒരു സാധ്യതയാവും. നമ്മൾ തെറാപ്യൂട്ടിക് ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ സൈക്കോ തെറാപ്യൂട്ടിക്സ് മെത്തേഡ്സിൽ നോക്കുകയാണെങ്കിൽ ഒരു കഥാർസിസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ ഈ കഥാർസിസ് എന്ന് പറയുന്ന മെത്തേഡിൽ കൂടുതൽ നമ്മൾ അതിന് സംസാരത്തെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഇപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടു വെച്ചാൽ അൺകോൺഷ്യസ് മൈൻഡിന്റെ വെളിച്ചത്തിൽ നമ്മൾ സപ്രഷനും റിപ്രഷനും ഒക്കെ കണ്ടതാണ്. പക്ഷെ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു തെറാപ്പി വൈസ് ഒക്കെ നമ്മളെ സംസാരം വളരെയധികം സഹായിക്കും. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു സെൻസറിങ് ഫ്രോയിഡിന്റെ സൈക്കോളജി അനുസരിച്ച് ഒരു സെൻസറിങ് ഈഗോ, സമൂഹത്തിലെ ഒരു മാന്യത കീപ്പപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയുന്നതിൽ വിമുഖത കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെയധികം സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ഒക്കെ പോവുകയും നമുക്ക്
കുറച്ചുകൂടെ ഒരു ക്ലീൻ മൈൻഡ് സ്വന്തമാക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്യും. നമ്മുടെ എക്സ്പ്രഷൻസ് പ്രോപ്പറായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. പക്ഷെ ശരിക്കും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യാൻ സാധിക്കുകയും അവരെ മറ്റൊരു വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു വ്യക്തി, നല്ലൊരു സംസാരം നടത്തുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളൊരു അസോർട്ടീവ്നെസ് ഉള്ള ആളാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. എവിടെയാണ് സംസാരിക്കേണ്ടത് സംസാരിക്കാത്തതെന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ മനസ്സിലാക്കി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അസർട്ടീവ്നെസ് ഉള്ള വ്യക്തിയാണ്. നമുക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കും ഒരു പീസ് ഓഫ് മൈൻഡ്, ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ള വ്യക്തിയായിട്ട് സാധിക്കും. സോ ലെറ്റ് us try to be do that. Thank you dear friends.